നമ്മളിനി സോളിഡ്സിന്റെ സ്ട്രക്ചറിനകത്തേക്കും പാർട്ടിക്കിൾസിന്റെ അറേഞ്ച്മെന്റിലേക്കും കടന്നു പോവുകയാണ്. അവിടേക്ക് ചെല്ലുമ്പോൾ നമ്മൾ ചാപ്റ്ററിലേക്ക് ഡയറക്റ്റ് കടക്കുമ്പോൾ മനസ്സിലാക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, ഈ സോളിഡ് നമ്മൾ പ്രധാനമായും രണ്ടായി തിരിക്കുന്നുണ്ട്. ഏതിനെ അടിസ്ഥാനപ്പെടുത്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സോളിഡ്സിനകത്തുള്ള പാർട്ടിക്കിൾസിന്റെ അറേഞ്ച്മെന്റ് കൃത്യമായി ഓർത്ത് വെച്ചേക്കുക. സോളിഡ്സിനകത്തുള്ള പാർട്ടിക്കിൾസിന്റെ അറേഞ്ച്മെന്റ് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് സോളിഡുകളെ പ്രധാനമായും രണ്ടായി തിരിക്കുന്നു. ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ക്രിസ്റ്റലൈൻ സോളിഡ്സ്, മറന്നു പോകരുത്. ഒന്ന് ഏതാണ്? ക്രിസ്റ്റലൈൻ സോളിഡ്സ്. രണ്ട് അമോർഫസ് സോളിഡ്സ്, മറക്കരുത്. സോളിഡ്സിനകത്തുള്ള പാർട്ടിക്കിൾസിന്റെ അറേഞ്ച്മെന്റ് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് സോളിഡുകളെ പ്രധാനമായും രണ്ടായി തിരിക്കുന്നു. ഏതൊക്കെയാണ്? ക്രിസ്റ്റലൈൻ സോളിഡ്സ് എന്നും അമോർഫസ് സോളിഡ്സ് എന്നും. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് ക്രിസ്റ്റലൈൻ സോളിഡ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞു എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയ ക്ലാസ് ചെയ്യുന്നത്, ഡിപ്പെൻഡിങ് അപ്പോൺ ദ നാച്ചർ ഓഫ് അറേഞ്ച്മെന്റ് ഓഫ് പാർട്ടിക്കിൾസ്. ഈ സോളിഡ്സിനകത്തുള്ള പാർട്ടിക്കിൾസിന് ഒരു ഓർഡേർഡ് അറേഞ്ച്മെന്റ് ഉണ്ട് എങ്കിൽ, കൃത്യമായി കേൾക്കുക, സോളിഡ്സിനകത്തുള്ള പാർട്ടിക്കിൾസിന് ഓർഡേർഡ് അറേഞ്ച്മെന്റ് ഉണ്ട് എങ്കിൽ, പാർട്ടിക്കിൾസിന്റെ അറേഞ്ച്മെന്റ് ഒരു ഓർഡർ ഉണ്ട് എങ്കിൽ അവയെ പറഞ്ഞ പേരാണ് ക്രിസ്റ്റലൈൻ സോളിഡ്സ്. അപ്പൊ എന്തായിരിക്കും അമോർഫസ്? ഓർഡേർഡ് അറേഞ്ച്മെന്റ് ഉണ്ടാകത്തില്ല. അമോർഫസിന്റെ മീനിങ് തന്നെ നോ ഫോം എന്നാ, നോ സ്ട്രക്ചർ എന്നാ. അതായത് പാർട്ടിക്കിൾസിന് ഓർഡേർഡ് അറേഞ്ച്മെന്റ് ഇല്ല എങ്കിൽ, പാർട്ടിക്കിൾസിന് അറേഞ്ച്മെന്റ് ഓർഡർ ഇല്ല എങ്കിൽ അവയെ പറഞ്ഞ പേരാണ് അമോർഫസ് സോളിഡ്സ്. ഇപ്പൊ എന്താ ക്രിസ്റ്റലൈൻ സോളിഡ്സ് എന്ന് പറഞ്ഞാൽ, the solids in which particles have an ordered arrangement is called crystalline solids. ഇപ്പൊ amorphous solids, solids in which particles does not have an ordered arrangement is called amorphous solid. വളരെ കൃത്യമായിട്ട് ഓർത്തു വെച്ചേക്കുക. നമ്മൾ ഈ ക്രിസ്റ്റലൈൻ സോളിഡ്സിനെയും അമോർഫസ് സോളിഡ്സിനെയും കമ്പയർ ചെയ്ത് അതിന്റെ പ്രോപ്പർട്ടീസ് മനസ്സിലാക്കി വെക്കണം. അതിന്റെ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ കമ്പാരിസനെ കുറിച്ച് പറയുമ്പോൾ ആദ്യം പറയുന്നത് അതിന്റെ ഷേപ്പിനെ കുറിച്ചിട്ടാണ്. നമ്മുടെ ഷേപ്പിനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ക്രിസ്റ്റലൈൻ സോളിഡ്സിന് വളരെ ഡെഫിനിറ്റ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക് ജോമെട്രിക്കൽ ഷേപ്പ് ഉണ്ടാകും. വളരെ ഡെഫിനിറ്റ് ആയിട്ടുള്ള ജോമെട്രിക്കൽ ഷേപ്പ് ഉള്ള സാധനങ്ങളാണ് ക്രിസ്റ്റലൈൻ സോളിഡ്സ്. വളരെ ഡെഫിനിറ്റ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക് ജോമെട്രിക്കൽ ഷേപ്പ് ഉള്ള സോളിഡുകളാണ് ക്രിസ്റ്റലൈൻ സോളിഡ്സ്. അതേസമയം നേരത്തെ ഞാൻ പറഞ്ഞു അമോർഫസ് മീൻസ് നോ ഫോം എന്നാണ്. അതായത് ഇറഗുലർ ഷേപ്പ്, കൃത്യമായ ഒരു ജോമെട്രിയോ ഷേപ്പോ ഒന്നും ഇല്ലാത്ത സാധനങ്ങളാണ് എന്തോന്ന്? അമോർഫസ് സോളിഡ്സ്. അമോർഫസ് സോളിഡ്സ് ഹാവ് ഇറഗുലർ ഷേപ്പ്. ആദ്യം ഓർക്കേണ്ട പോയിന്റ് അതാണ്, ഷേപ്പിനെ കുറിച്ച് ഓർക്കുക. ദെൻ രണ്ടാമത്തെ ക്യാരക്ടർ പറഞ്ഞാൽ അതിന്റെ ഓർഡറിനെ കുറിച്ച് പറയാം. ഓർഡറിനെ കുറിച്ച് പറഞ്ഞാൽ നമുക്ക് ക്രിസ്റ്റലൈൻ സോളിഡ്സിന് ലോങ് റേഞ്ച് ഓഫ് ഓർഡർ ഉണ്ട് എന്ന് പറയാം. ലോങ് റേഞ്ച് ഓഫ് ഓർഡർ. അതേസമയം അമോർഫസ് സോളിഡ്സിന് ഷോർട്ട് റേഞ്ച് ഓഫ് ഓർഡർ മാത്രമേ ഉള്ളൂ. കൃത്യമായ കാര്യം മനസ്സിലാക്കി തരാം. സപ്പോസ് നിങ്ങളുടെ സ്കൂൾ കുട്ടികളായതുകൊണ്ട് തന്നെ അസംബ്ലിയെ കുറിച്ചൊക്കെ വളരെ വ്യക്തമായ ധാരണ ഉണ്ടാകും, ഇല്ലേ? അസംബ്ലി എന്ന് പറഞ്ഞാൽ ഒരു പക്ക ഓർഡേർഡ് അസംബ്ലി ആണ് എങ്കിൽ അതൊരു ക്രിസ്റ്റലൈൻ സോളിഡിന് എക്സാമ്പിൾ ആണ്. നിങ്ങൾ ഒരു വരി മാത്രം ചിന്തിച്ച് നോക്കിയേ. ഹൈറ്റ് കൂടുന്ന ക്രമത്തിൽ ഫ്രണ്ടിൽ നിന്ന് പുറകിലേക്ക് അറേഞ്ച് ചെയ്യും. ഓരോ കുട്ടികൾ തമ്മിൽ ഒരു കൈ അകലം ഉണ്ടാകും, ഉണ്ടാകത്തില്ലേ? ഫ്രണ്ടിലും ഉണ്ടാകും, അതുപോലെ തന്നെ സൈഡിലും ഉണ്ടാകും, ഈ സൈഡിലും ഉണ്ടാകും, പുറകിലും ഉണ്ടാകും. അപ്പം ഓരോ കുട്ടിയും ചുറ്റുപാടുള്ള കുട്ടികൾ തമ്മിൽ ഒരു ഈക്വൽ ഡിസ്റ്റൻസിലാണ് മെയിൻറ്റെയിൻ ചെയ്യുക. ഹൈറ്റിന്റെ ഓർഡർ കൃത്യമായിരിക്കും. അപ്പോൾ അവിടെ ഒരു പർട്ടിക്കുലർ അറേഞ്ച്മെന്റ് ആയിരിക്കും ഉണ്ടാവുക. കൃത്യമായ അറേഞ്ച്മെന്റ് അവിടെ ഉണ്ടാകും. ഇനി മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഒരു ക്ലാസ്സിനകത്ത് 10 കുട്ടികളുണ്ടെങ്കിലും ആ ഓർഡർ ഫോളോ ചെയ്യും. 20 കുട്ടികളുണ്ടെങ്കിലും ആ ഓർഡർ ഫോളോ ചെയ്യും. ആ ക്ലാസ്സിൽ 150 കുട്ടികളുണ്ടെങ്കിലും ആ ഓർഡർ ഇങ്ങനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കും. ഹൈറ്റിന്റെ കുറഞ്ഞതിൽ നിന്നും കൂടുതലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഒരു കൈ അകലത്തിലല്ലേ പോയിക്കൊണ്ടിരിക്കുക. അത് എത്ര കുട്ടികളോ ആയിക്കോട്ടെ, അതാണ് ലോങ് റേഞ്ച് ഓർഡർ. എത്ര പാർട്ടിക്കിൾസ് ഉണ്ടോ ആ എല്ലാ പാർട്ടിക്കിളും ഈ ഓർഡർ എന്ത് ചെയ്യും? ഒബേ ചെയ്യും. അതുകൊണ്ട് തന്നെ ക്രിസ്റ്റലൈൻ സോളിഡ്സിന് എന്തുണ്ട്? ലോങ് റേഞ്ച് ഓഫ് ഓർഡർ ഉണ്ട് എന്ന് മനസ്സിലാക്കുക. അതേസമയം അമോർഫസ് സോളിഡ്സിനുള്ള സാധനം എന്താ? ഷോർട്ട് റേഞ്ച് ഓഫ് ഓർഡർ. നിങ്ങൾ സമരം വിളിക്കുന്നതും ജാഥ വിളിക്കുന്നതും കണ്ടിട്ടുണ്ടല്ലേ? ഈ സമരം വിളിക്കും ജാഥ വിളിക്കും നമ്മൾ ക്യൂ ആയിട്ടാണോ പോകുന്നത്? ഇല്ല, കൂട്ടം കൂടി പോകും. അതായത് പാർട്ടിക്കിൾസ് എങ്ങനെയായിരിക്കും അറേഞ്ച് ചെയ്യുക? പാർട്ടിക്കിൾ എങ്ങനെയായിരിക്കും പോവുക? കൃത്യമായ ഓർഡർ ഒന്നും ഉണ്ടാകില്ല. എങ്ങനെയെങ്കിലും ഒക്കെ എന്ത് ചെയ്യും? കൂട്ടം കൂടി തിക്കും തിരക്കുമായിട്ടാണ് ആൾക്കാർ എന്ത് ചെയ്യുക? സമരം വിളിക്കാൻ പോവുക. നമ്മൾ ഇതിനെ ഒബ്സർവ് ചെയ്യുക. ഇതിന്റെ ടോപ്പിൽ നിന്ന് ഒബ്സർവ് ചെയ്യുക. നോക്കിക്കഴിഞ്ഞാൽ ഈ 3 പാർട്ടിക്കിളുകളും ഒരേ ലൈനിലാണ് പോകുന്നത് പറയാം. അത് യാദൃശ്ചികമായി സംഭവിക്കുന്ന, അവർ ബോധപൂർവ്വം നിൽക്കുന്നതല്ല. നമ്മളിങ്ങനെ കൂട്ടം കൂടി പോകുമ്പോൾ 1 2 പേര് ഒന്നിന് പുറകെ മറ്റൊന്നായി വന്നു പോകുന്നത് യാദൃശ്ചികമാണ്. അതായത് കുറച്ച് പാർട്ടിക്കിൾക്കിടയിൽ, അതായത് ഈ 3 പാർട്ടിക്കിൾക്കിടയിൽ എന്തുണ്ട്? ഒരു ഓർഡർ ഉണ്ട്. പക്ഷേ ഈ പാർട്ടിക്കിളും ഈ പാർട്ടിക്കിളും തമ്മിൽ വേറൊരു ഓർഡർ ഉണ്ട്.
അതാണ് ഷോർട്ട് റേഞ്ച് ഓഫ് ഓർഡർ. അങ്ങറ്റ വരെ ഒരേ ഓർഡർ എന്ത് ചെയ്യുന്നില്ല, ഒബേ ചെയ്യുന്നില്ല. പാർട്ടിക്കിൾസിനിടയിൽ ഒരു ഷോർട്ട് റേഞ്ച് ഓഫ് ഓർഡർ ഉണ്ട് എന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. അതേസമയം ക്രിസ്റ്റലൈൻ വേവ് എന്താണ്, ലോങ് റേഞ്ച് ഓഫ് ഓർഡറാ. അതായത് എത്ര പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിലും എൻഡ് ടു എൻഡ് ഒരേ ഓർഡർ ആയിരിക്കും എന്ത് ചെയ്യുക, ഫോളോ ചെയ്യുക എന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആണ് എൻഡ് ടു എൻഡ് എത്ര പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിലും എന്ത് ചെയ്യും, കറക്റ്റ് ഓർഡർ എന്ത് ചെയ്യും, ഫോളോ ചെയ്ത് ഈക്വൽ ഡിസ്റ്റൻസിലായിരിക്കും പാർട്ടിക്കിൾസ് എന്ത് ചെയ്തിരിക്കുക, അറേഞ്ച് ചെയ്തിരിക്കുക എന്നുകൂടെ മനസ്സിലാക്കി വെച്ചേക്കുക. അപ്പൊ രണ്ടാമത്തെ പോയിന്റ് ഓർക്കുക, നമ്മുടെ ക്രിസ്റ്റലൈൻ സോളിഡ്സ് എന്തുണ്ട്, ലോങ് റേഞ്ച് ഓഫ് ഓർഡർ ഉണ്ട്. അമോർഫസ് എന്തേ ഉള്ളൂ, ഷോർട്ട് റേഞ്ച് ഓഫ് ഓർഡറേ ഉള്ളൂ എന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. ദെൻ പറയുന്നത് മൂന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക് മെൽറ്റിംഗ് പോയിന്റിനെ കുറിച്ചിട്ടാണ്. നമ്മുടെ ക്രിസ്റ്റലൈൻ സോളിഡ്സിന് ഒരു ഷാർപ്പ് മെൽറ്റിംഗ് പോയിന്റ് ഉണ്ട്. ക്രിസ്റ്റലൈൻ സോളിഡ്സ് ഹാവ് ഷാർപ്പ് മെൽറ്റിംഗ് പോയിന്റ്. വളരെ കൃത്യമായ മെൽറ്റിംഗ് പോയിന്റ് ആർക്കുണ്ട്, ക്രിസ്റ്റലൈൻ സോളിഡ്സ് ഉണ്ട്. അതേസമയം അമോർഫസ് സോളിഡ്സിന് ഒരു ഷാർപ്പ് മെൽറ്റിംഗ് പോയിന്റ് ഇല്ല. ഇറ്റ് മെൽറ്റ്സ് ഓവർ എ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ. ഒരു റേഞ്ച് ടെമ്പറേച്ചറിലായിരിക്കും എന്ത് ചെയ്യുക, ഇത് മെൽറ്റ് ചെയ്യുക. ഒരു ഷാർപ്പ് മെൽറ്റിംഗ് പോയിന്റ് ഇവിടെ ഇല്ല എന്ന് മനസ്സിലാക്കുക. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇവിടെ നോക്കൂ, ഇതൊരു ക്രിസ്റ്റലൈൻ സോളിഡ് ആണല്ലോ. ഇവിടെ ഈ രണ്ട് പാർട്ടിക്കിൾ തമ്മിലുള്ള അകലമായിരിക്കും ഈ രണ്ട് പാർട്ടിക്കിൾ തമ്മിൽ. കാരണം ലോങ് റേഞ്ച് ഓഫ് ഓർഡർ ആണല്ലേ. അപ്പൊ പാർട്ടിക്കിൾസിന്റെ ഇടയിലെ ദൂരം എന്തായിരിക്കും, വളരെ കൃത്യമായിരിക്കും. ഇന്റർ ന്യൂക്ലിയർ ഡിസ്റ്റൻസ് ഈക്വൽ ആയിരിക്കണം. കാരണം എന്താണ്, കൃത്യമായ ഓർഡർ ഉള്ളത് കൊണ്ട് തന്നെ. അപ്പൊ ഈ രണ്ട് പാർട്ടിക്കിൾ തമ്മിലുള്ള ബോണ്ടിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 10 ഡിഗ്രി സെൽഷ്യസ് എന്ന ടെമ്പറേച്ചർ കൊടുക്കണം എന്ന് വിചാരിക്കുക. മെൽറ്റ് മീൻസ് സോളിഡ്സിനെ പാർട്ടിക്കിൾസിനുള്ള ബോണ്ട് ബ്രേക്ക് ചെയ്ത് ലിക്വിഡ് ആക്കി മാറ്റണം. ദാറ്റ് ഈസ് ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ കൊടുക്കുന്ന എനർജിയാണ് മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. എങ്കിൽ ഈ ബോണ്ടിനെ ബ്രേക്ക് ചെയ്യാൻ എത്ര തന്നെ കൊടുത്താൽ മതിയാകും, 10 ഡിഗ്രി. കാരണം എന്താ, ഈക്വൽ ഡിസ്റ്റൻസ് അല്ലേ. ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ എത്ര കൊടുത്താൽ മതിയാകും, 10 ഡിഗ്രി അല്ലെ. അപ്പൊ ഏത് ആറ്റങ്ങൾക്കിടയിലുള്ള ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ കൊടുക്കേണ്ടത് ഈക്വൽ ടെമ്പറേച്ചർ ആയിരിക്കത്തില്ലേ. ഞാൻ സപ്പോസ് 10 ഡിഗ്രി പറഞ്ഞതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ സോളിഡിന്റെ മെൽറ്റിംഗ് പോയിന്റ് എത്ര തന്നെയായിരിക്കും, 10 ഡിഗ്രി സെൽഷ്യസ്. ദാറ്റ് ഈസ് ഷാർപ്പ് മെൽറ്റിംഗ് പോയിന്റ് ഉണ്ട്. അതേസമയം നമ്മൾ അമോർഫസിലേക്ക് പോയി കഴിഞ്ഞേ, ഈ പാർട്ടിക്കിൾ തമ്മിലുള്ള അകലം ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സപ്പോസ് 20 ഡിഗ്രി കൊടുക്കണം എന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ ഈ രണ്ട് മോളിക്യൂളുടെ അകലം ഇത് രണ്ടും തുല്യമായിരിക്കും. കാരണം ഈക്വൽ ഡിസ്റ്റൻസ് അല്ല, ഷോർട്ട് റേഞ്ച് ഓർഡറേ ഉള്ളൂ. ഇതിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി 20 ഡിഗ്രി കൊടുത്താൽ പോരാ, അല്പം കൂടി ബോണ്ട് ലെങ്ത് ഉണ്ട്. സപ്പോസ് 30 ഡിഗ്രി കൊടുക്കണം എന്ന് വിചാരിക്കുക. ഇനി ഈ രണ്ട് മോളിക്യൂൾ തമ്മിലുള്ള അകലം ഇതിനേക്കാൾ കൂടുതലാണ്. ദാറ്റ് ഈസ് ഇതിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 50 ഡിഗ്രി കൊടുക്കണം. 20യോ 30യോ കൊടുത്താൽ പോരാ. അപ്പൊ കൃത്യമായ മെൽറ്റിംഗ് ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതാണ് ലോങ്സ്റ്റ് ബോണ്ട് ലെങ്ത്, ഇതാണ് ഷോർട്ടസ്റ്റ് ബോണ്ട് ലെങ്ത് എങ്കിൽ ഇതിന്റെ ബോയിലിംഗ് പോയിന്റ് 20ക്കും 50ക്കും ഇടയിലാണെന്ന് പറയാം. ഉദാഹരണമായിട്ട് പറഞ്ഞത് അല്ലെ. അതായത് ഒരു ഷാർപ്പ് മെൽറ്റിംഗ് പോയിന്റ് ഇല്ല. ഇറ്റ് മെൽറ്റ്സ് ഓവർ എ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ എന്ന് മനസ്സിലാക്കി വെച്ചേക്കും. അപ്പോൾ മൂന്നാമത്തെ ക്യാരക്ടർ പറയുന്നത് മെൽറ്റിംഗ് പോയിന്റിനെ കുറിച്ചാണ്. ഓർത്ത് വയ്ക്കുക, crystalline solids have a sharp melting point while amorphous solid does not have a sharp melting point. It melts over a range of temperature എന്ന കാര്യം വളരെ കൃത്യമായിട്ട് ഓർത്ത് വെച്ചേക്കുക. ഈ നാലാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ അല്ലെങ്കിൽ എൻതാൽപ്പി ഓഫ് ഫ്യൂഷൻ. ഹീറ്റ് ഓഫ് ഫ്യൂഷൻ അല്ലെങ്കിൽ എൻതാൽപ്പി ഓഫ് ഫ്യൂഷൻ. നിങ്ങൾ പ്ലസ് വണ്ണിലെ തെർമോഡൈനാമിക്സ് പഠിച്ചത് കൊണ്ട് തന്നെ എൻതാൽപ്പി ഓഫ് ഫ്യൂഷൻ അല്ലെങ്കിൽ ഹീറ്റ് ഓഫ് ഫ്യൂഷൻ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കും. നമ്മുടെ ക്രിസ്റ്റലൈൻ സോളിഡ്സിന് വളരെ ഷാർപ്പായ മെൽറ്റിംഗ് പോയിന്റ് ഉള്ളത് കൊണ്ട് തന്നെ ഈ ക്രിസ്റ്റലൈൻ സോളിഡ്സിന്റെ ഹീറ്റ് ഓഫ് ഫ്യൂഷൻ എന്തായിരിക്കും, വളരെ ഡെഫിനറ്റ് ആയിരിക്കും. ക്രിസ്റ്റലൈൻ സോളിഡ്സ് ഹാവ് ഡെഫിനിറ്റ് അല്ലെങ്കിൽ ഷാർപ്പ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ. കാരണം എന്താണ്, ഷാർപ്പ് മെൽറ്റിംഗ് പോയിന്റ് ഉള്ളത് കൊണ്ട് തന്നെ. അതേസമയം നമ്മൾ അമോർഫസ് സോളിഡ്സ് എന്തുണ്ടാവില്ല, വളരെ ഡെഫിനറ്റ് ആയിട്ട് ഒരു എൻതാൽപ്പി ഓഫ് ഫ്യൂഷൻ ഉണ്ടാകത്തില്ല. കാരണം അവിടെ എന്താണ്, കൃത്യമായ മെൽറ്റിംഗ് പോയിന്റ് ഇല്ല. ഡസ് നോട്ട് ഹാവ് ഡെഫിനിറ്റ് എൻതാൽപ്പി ഓഫ് ഫ്യൂഷൻ. ഇനി അഞ്ചാമത്തെ ക്യാരക്ടർ പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്, നാച്ചർ ഓഫ് ദി സോളിഡ്. വളരെ കൃത്യമായി ഓർക്കുക, ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആർ ട്രൂ സോളിഡ്സ്. ക്രിസ്റ്റലൈൻ സോളിഡ്സ് എന്താണ്, ട്രൂ സോളിഡ്സ് ആണ്. കൃത്യമായി സോളിഡുകൾ എന്ന് പറഞ്ഞ സാധനം ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആണ്. അതേസമയം അമോർഫസ് സോളിഡ് എന്ന സാധനം എന്താ, സ്യൂഡോ സോളിഡ്സ് ആണ്. എന്താണ്, സ്യൂഡോ സോളിഡ്സ്. സ്യൂഡോ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സ്യൂഡോ മീൻസ് കപടം. കണ്ടാൽ സോളിഡ് പോലെ ഇരിക്കും, പക്ഷെ സാധനം എന്തല്ല, സോളിഡ് അല്ല. അല്ലെങ്കിൽ പറഞ്ഞ മറ്റൊരു പേരാണ് സൂപ്പർ കൂൾഡ് ലിക്വിഡ്സ്. സ്യൂഡോ സോളിഡ്സ് അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയും, സൂപ്പർ കൂൾഡ് ലിക്വിഡ്. സംഭവം എന്താണ്, ലിക്വിഡ്സ് ആണ്. ലിക്വിഡ്സിനെ അധികം തണുപ്പിച്ച് സോളിഡ് സ്റ്റേറ്റിലേക്ക് എത്തിച്ചിരിക്കുന്ന സാധനമാണ് അമോർഫസ് സോളിഡ്സ്. അത് കറക്റ്റ് സോളിഡ് അല്ല. ദേ ആർ സ്യൂഡോ സോളിഡ്സ് ഓർ സൂപ്പർ കൂൾഡ് ലിക്വിഡ്സ്. കറക്റ്റ് സോളിഡ് ആരാണ്, ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആണ്. ആറാമത്തെ പ്രോപ്പർട്ടി വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്, അനൈസോട്രോപ്പി. വളരെ ഇമ്പോർട്ടന്റ് ആയി പഠിക്കേണ്ടതാണ് അനൈസോട്രോപ്പി. നമ്മുടെ ക്രിസ്റ്റലൈൻ സോളിഡ് എന്ന് പറയുന്ന സാധനം അനൈസോട്രോപ്പിക് ആണ്.
എന്താണ് അനൈസോട്രോപ്പി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ the physical properties such as electrical resistance, thermal conductivity, electrical conductivity, refractive index, etc. different in different direction is called anisotropy. അതേസമയം amorphous solids are isotropic in nature. Amorphous solids are isotropic in nature. എന്താണ് ഐസോട്രോപ്പി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ പറയാം, physical properties such as thermal conductivity, electrical conductivity, refractive index, electrical resistance, etc. same in all direction. ഏത് ഡയറക്ഷനിൽ പോയാലും സെയിം ആണ് നമുക്ക് എന്ത് പറയാം, ഐസോട്രോപിക് എന്ന് പറയാം. ഓരോ ഡയറക്ഷനും ഓരോ വേറെ നമുക്ക് എന്ത് പറയാം, അനൈസോട്രോപിക് എന്ന് പറയാം. ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. സപ്പോസ് ഇതൊരു എന്താണ് ക്രിസ്റ്റലൈൻ സോളിഡ് ആണ്, സോഡിയം ക്ലോറൈഡ് ആണെന്ന് വിചാരിക്കുക. ദാറ്റ് ഈസ് Na+Cl- Na+Cl- അയോൺസ് ആയിരിക്കും. ഇവിടെ നോക്കി കൃത്യമായിട്ട് മനസ്സിലാകും. ഇവിടെ നോക്കി Na+Cl-, Na+Cl-, ഇങ്ങനെ കൃത്യമായ ഓർഡറിലായിരിക്കും പോവുക. ഈ ഡയറക്ഷനിൽ പോയി കഴിഞ്ഞാൽ ഒരു പ്രോപ്പർട്ടി മെഷർ കഴിഞ്ഞാൽ Na+Cl-, Na+, അതായത് പോസിറ്റീവ് നെഗറ്റീവ് ആ ഒരു വേരിയേഷൻ കാണിച്ചു കൊടുത്തിരിക്കും. പക്ഷെ ഈ ഡയറക്ഷനിൽ നോക്കിയേ എല്ലാം പോസിറ്റീവ് അയോൺസാ. ഇവിടെ Na+Cl-, Na+Cl-. ഒന്നിരട്ട പൊസിഷൻ എന്താണ്, Na+ഉം Cl- പോസിറ്റീവ് നെഗറ്റീവ് വന്നുകൊണ്ടിരിക്കും, വേരിയേഷൻ കാണിക്കും. അതേസമയം ഇവിടെ നോക്കിയേ എല്ലാം പോസിറ്റീവ് അയൺസ്. ഈ ഡയറക്ഷൻ നോക്കിയേ എല്ലാം നെഗറ്റീവ് അയൺസ്. അപ്പം ഓരോ ഡയറക്ഷനിലെ ഓരോ വാല്യൂസ് അല്ലേ കാണിക്കുക. കാര്യം മനസ്സിലായോ? ഓരോ ഡയറക്ഷനിൽ പോയാൽ എന്തായിരിക്കും, ഓരോ വാല്യൂസ് ആയിരിക്കും കാണിക്കുക. കാരണം പാർട്ടിക്കിൾസിന്റെ അറേഞ്ച്മെന്റ് എന്താണ്, അവിടെ ഒരു ഫ്ലക്ച്വേഷൻ കാണിക്കുന്നുണ്ട്. പാർട്ടിക്കിൾസിന്റെ അറേഞ്ച്മെന്റ് പക്ക ഓർഡേർഡ് ആണ് എങ്കിലും അതിന്റെ പ്രോപ്പർട്ടീസിലേക്ക് പോകുന്നത് കാണിക്കുന്നുണ്ട്, ഫ്ലക്ച്വേഷൻ കാണിക്കുന്നുണ്ട്. അതേസമയം നമ്മുടെ അമോർഫസ് സോളിഡിലേക്ക് പോയി കഴിഞ്ഞാൽ കൃത്യമായ ഓർഡർ ഇല്ല, ഷോർട്ട് റേഞ്ച് ഓർഡർ അല്ലേ ഉള്ളൂ. അവിടെ പാർട്ടിക്കിൾസിന് തന്നെ ചെറിയ ചെറിയ ഓർഡർ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏത് ഡയറക്ഷൻ മെഷർ ചെയ്താൽ എന്തായിരിക്കും, പ്രോപ്പർട്ടീസ് സെയിം ആയിരിക്കും എന്ന് മനസ്സിലാക്കി. വളരെ പ്രധാനപ്പെട്ടതാണ് അനൈസോട്രോപ്പി ആൻഡ് ഐസോട്രോപ്പി. ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആർ അനൈസോട്രോപിക് ഇൻ നേച്ചർ, അമോർഫസ് സോളിഡ്സ് ആർ ഐസോട്രോപിക് ഇൻ നേച്ചർ എന്ന് ഓർത്ത് വെച്ചേക്കുക. അടുത്ത് നമുക്ക് നോക്കേണ്ട പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ക്ലീവേജ് പ്രോപ്പർട്ടി. എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്രിസ്റ്റലൈൻ സോളിഡിനെ ഒരു ഷാർപ്പ് എഡ്ജഡ് നൈഫ്, മൂർച്ചയുള്ള കത്തി കൊണ്ട് മുറിച്ചു കഴിഞ്ഞാൽ റെഗുലർ കട്ട്സ് കിട്ടും. വളരെ കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മുറിച്ചെടുക്കാൻ കഴിയും, റെഗുലർ കട്ട്സ് കിട്ടും. അതേസമയം നമ്മുടെ അമോർഫസ് സോളിഡ്സിനെ ഒരു ഷാർപ്പ് എഡ്ജഡ് നൈഫ് കൊണ്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇറഗുലർ കട്ട്സേ കിട്ടത്തുള്ളൂ, റെഗുലർ ആയി മുറിക്കാൻ കഴിയത്തില്ല. ദാറ്റ് ഈസ് അമോർഫസ് സോളിഡിന് ക്ലീവേജ് പ്രോപ്പർട്ടി ഇല്ല എന്ന് മനസ്സിലാക്കുക. അമോർഫസ് സോളിഡിന് എന്തില്ല, ക്ലീവേജ് പ്രോപ്പർട്ടി ഇല്ല. അതേസമയം നമ്മുടെ ക്രിസ്റ്റലൈൻ സോളിഡിന് എന്തുണ്ട്, ക്ലീവേജ് പ്രോപ്പർട്ടി ഉണ്ട് എന്ന് മനസ്സിലാക്കുക. കൃത്യമായിട്ട് മുറിച്ചെടുക്കാൻ കഴിയും, പക്ഷേ ഇത് ഇറഗുലർ ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് മനസ്സിലാക്കുന്ന ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. എൻ്റെ കയ്യിൽ ഒരു ആപ്പിൾ ഉണ്ടെന്ന് വിചാരിക്കുക. ഈ ആപ്പിളിനെ ഒരു ഷാർപ്പ് എഡ്ജഡ് നൈഫ് കൊണ്ട് കട്ട് ചെയ്യുക. അകഭാഗത്തേക്ക് മുറിച്ച് കിട്ടിയ ആ ക്ലീവേജ് ഭാഗത്തേക്ക് ഒബ്സർവ് ചെയ്യുക. രണ്ട് സൈഡ് ഒരുപോലെ തന്നെ ഇരിക്കും, വ്യത്യാസം ഉണ്ടാകത്തില്ലല്ലോ, നമുക്ക് ഈക്വൽ ആയിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അതേസമയം നമ്മളിൽ ഒരു ചക്ക ഉണ്ടെന്ന് വിചാരിക്കുക. ആ ചക്കയെ ഒരു ഷാർപ്പ് എഡ്ജഡ് നൈഫ് കൊണ്ട് കട്ട് ചെയ്യുക, അകത്തേക്ക് ഒബ്സർവ് ചെയ്യുക. ഒരുപോലെ ആയിരിക്കും ഉണ്ടാവുക, രണ്ടും ഡിഫറെൻ്റ് ആയിരിക്കും അല്ലേ. അതായത് ചില ഭാഗങ്ങൾ എന്തായിരിക്കും, ഈ ചക്കയുടെ കുരുവിൻ്റെ സൈസ് കൂടുതലായിരിക്കും, ചിലയിടത്ത് കുറവ്. നമുക്ക് ഷാർപ്പായിട്ട് കട്ട് ചെയ്യാൻ പറ്റത്തില്ല, കാരണം അതിനകത്തുള്ള ആ പാർട്ടിക്കിൾസ്, ദാറ്റ് മീൻസ് ആ കുരുവിൻ്റെയും ചക്കച്ചുളയുടെയൊക്കെ അറേഞ്ച്മെൻറ്റ് എന്തായിരിക്കും, ഡിഫറെൻ്റ് ആയിരിക്കും. ഒരുപോലെയാണോ ഇരിക്കുക, ഒരേ രീതിയിലാണോ, കറക്റ്റ് ഓർഡറിലാണോ അറേഞ്ച് ചെയ്തിരിക്കുന്നത്? അതായത് ഈ ചക്കയ്ക്കകത്തുള്ള ചക്കച്ചുളയുടെയും ചക്കക്കുരുവിൻ്റെയൊക്കെ അറേഞ്ച്മെൻറ്റ് കൃത്യമായ ഓർഡറിലാണോ? കൃത്യമായ ഓർഡർ അല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. എങ്ങനെ കട്ട് ചെയ്താലും ഷാർപ്പായിട്ട് രണ്ട് സൈഡ് ഒരുപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കട്ട് ചെയ്തെടുക്കാനായിട്ട് കഴിയില്ല. ഇവിടെ പറഞ്ഞ എക്സാമ്പിളിൽ ആപ്പിളിന് ക്ലീവേജ് പ്രോപ്പർട്ടി ഉണ്ട്, ചക്കയ്ക്ക് എന്തില്ല, ക്ലീവേജ് പ്രോപ്പർട്ടി ഇല്ല. ഓർത്ത് വെച്ചേക്കുക, നമ്മുടെ ക്രിസ്റ്റലൈൻ സോളിഡ്സിന് ക്ലീവേജ് പ്രോപ്പർട്ടി ഉണ്ട്. ദാറ്റ് ഈസ് ഷാർപ്പ് എടുത്തൊരു നൈഫ് കൊണ്ട് കട്ട് ചെയ്താൽ റെഗുലർ കട്ട്സ് കിട്ടും. അമോർഫസ് സോളിഡിന് ക്ലീവേജ് പ്രോപ്പർട്ടി ഇല്ല, ഷാർപ്പ് എഡ്ജഡ് നൈഫ് കൊണ്ട് കട്ട് ചെയ്ത് ഇറഗുലർ കട്ട്സേ കിട്ടത്തുള്ളൂ എന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ അതിൽ ഓർക്കേണ്ട നമ്മുടെ ക്രിസ്റ്റലൈൻ സോളിഡിനെയും അമോർഫസ് സോളിഡിനെയും കമ്പയർ ചെയ്യുന്ന പോയിന്റുകൾ അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്? ഷേപ്പിനെ കുറിച്ച് ഓർത്ത് വെച്ചേക്കുക, ഓർഡർ, മെൽറ്റിംഗ് പോയിന്റ്, ഹീറ്റ് ഓഫ് ഫ്യൂഷൻ, നാച്ചർ പ്രധാനപ്പെട്ടതാണ്, അനൈസോട്രോപ്പി ആൻഡ് ക്ലീവേജ് പ്രോപ്പർട്ടി ഏറ്റവും ഇമ്പോർട്ടൻ്റ് അനൈസോട്രോപ്പിയാണ്, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, വളരെ കൃത്യമായി പഠിച്ചു വെച്ചേക്കണം. ഒരു കാര്യം നമുക്ക് അറിയണം, ഇതിന് കുറച്ച് എക്സാമ്പിളുകൾ ഇവിടെ പഠിച്ചു വെച്ചേക്കണം. ക്രിസ്റ്റലൈൻ സോളിഡ് സാധാരണ എക്സാമ്പിളായി പറയുന്നത് നമുക്ക് ഒരുപാട് പറയാം, ക്രിസ്റ്റൽസ് എല്ലാം പറയാം. അതായത് സോഡിയം ക്ലോറൈഡ് പറയാം, പൊട്ടാസ്യം ക്ലോറൈഡ് പറയാം, സീസിയം ക്ലോറൈഡ് പറയാം, പിന്നെ നാഫ്തലീൻ പറയാം. ഇങ്ങനെയൊക്കെയുള്ള ക്രിസ്റ്റൽസ് എല്ലാം പറയാം. അതുപോലെ ഓർക്കേണ്ട സാധനമാണ് കോഡ്സ്.
ക്വാർട്സ് എന്ന സാധനം എന്താണ്? ഒരു ക്രിസ്റ്റലൈൻ സോളിഡ് ആണെന്ന് ഓർക്കുക. നാഫ്തലിൻ പറഞ്ഞു, കോപ്പർ പറയാം, മെറ്റൽസ് എല്ലാം ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആ. ക്രിസ്റ്റൽ ജോമെട്രി ഉള്ളത് എല്ലാം ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആ. അമോർഫസ് സോളിഡിന് എക്സാമ്പിൾ ആണ് ഏറ്റവും പ്രധാനം ഓർക്കേണ്ട സാധനം പ്ലാസ്റ്റിക്, പിന്നെ ഗ്ലാസ്, പിന്നെ ക്വാർട്സ് ഗ്ലാസ്. ഓർക്കണം, പ്രധാനമായിട്ട് ഓർക്കണം, ഗ്ലാസ് എന്ന് പറഞ്ഞ സാധനം അമോർഫസ് സോളിഡ് ആണ്. ക്വാർട്സ് ഗ്ലാസ് എന്താണ്? അമോർഫസ് ആണ്. പക്ഷേ ക്വാർട്സ് എന്ന് പറഞ്ഞ സാധനം എന്താണ്? ക്രിസ്റ്റലൈൻ സോളിഡ് ആണെന്ന് ഓർക്കുക. അതുപോലെ തന്നെ അമോർഫസ് സിലിക്കൺ, ഏതാണ്? അമോർഫസ് സിലിക്കൺ എന്ന് പറഞ്ഞ സാധനം ഏതിന് എക്സാമ്പിൾ ആണ്? ഒരു അമോർഫസ് സോളിഡിന് എക്സാമ്പിൾ ആണെന്ന് ഓർക്കുക. ഒരു കാര്യം കൂടെ മനസ്സിലായി കാണും, ഈ അമോർഫസ് സോളിഡിനൊക്കെ ഡെയിലി ലൈഫിൽ ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. പ്ലാസ്റ്റിക്കിനായാലും ഗ്ലാസിനായാലും അതുപോലെ തന്നെ അമോർഫസ് സിലിക്കൺ ആയാലും. ഈ അമോർഫസ് സിലിക്കണിന്റെ വളരെ ഇമ്പോർട്ടൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫോട്ടോ വോൾട്ടായിക് സെല്ലുകളിൽ നമുക്കറിയാം സൺലൈറ്റിനെ ഇലക്ട്രിസിറ്റിയെ കൺവേർട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന സെല്ലുകളാണ് ഫോട്ടോ വോൾട്ടായിക് സെല്ല്. ആ ഫോട്ടോ വോൾട്ടായിക് സെല്ലുകൾ ഉപയോഗിക്കുന്ന സോളിഡ് ആണ് അമോർഫസ് സിലിക്കൺ. കൃത്യമായിട്ട് ഓർത്ത് വെച്ചേക്കുക. ഈ അമോർഫസ് സിലിക്കൺ ഒക്കെ ഡെയിലി ലൈഫിൽ വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. പ്ലാസ്റ്റിക് ഉപയോഗിക്കാത്ത ലൈഫിൽ നമുക്ക് അല്ലേ. അതുപോലെ തന്നെ ഗ്ലാസ് ഉപയോഗിക്കുന്നുണ്ട്. പ്ലാസ്റ്റിക്, ഗ്ലാസ്, അമോർഫസ് സിലിക്കൺ ഒക്കെ ഓർത്ത് വെച്ചേക്കുക. ഒരു പോയിന്റ് വളരെ സിമ്പിൾ ആയിട്ട് ഓർത്ത് വെച്ചേക്കുക. നിങ്ങൾക്ക് ഓർക്കാൻ വേണ്ടി പറയുന്ന കാര്യമാണ്, നമ്മുടെ പോളിമറുകളെല്ലാം അമോർഫസ് സോളിഡുകൾക്ക് എക്സാമ്പിൾ ആണെന്ന് ആദ്യം ഓർത്ത് വയ്ക്കുക. പോളിമേഴ്സ് എല്ലാം എന്തായിരിക്കും? അമോർഫസ് സോളിഡിന് എക്സാമ്പിൾ ആയിരിക്കും. ധാരണ മനസ്സിലുണ്ടായിരിക്കട്ടെ. ഇവിടെ സാധാരണ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, നമ്മുടെ അമോർഫസ് സോളിഡുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഗ്ലാസ് ഈസ് എ സ്യൂഡോ സോളിഡ് വൈ? പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ഗ്ലാസ് ഈസ് എ സ്യൂഡോ സോളിഡ് വൈ? സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസർ പറയാം. ഗ്ലാസ് എന്തുകൊണ്ട് സ്യൂഡോ സോളിഡ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് പോയിന്റുകൾ പറയണം. ഒന്ന്, ഗ്ലാസ് ഈസ് ആൻ അമോർഫസ് സോളിഡ്. ഗ്ലാസ് എന്ന് പറഞ്ഞ സാധനം ഏതാണ്? ഒരു അമോർഫസ് സോളിഡ് ആണ്. രണ്ടാമത്തെ പോയിന്റ് പറയേണ്ടത്, ഗ്ലാസ് ഹാസ് എ ടെൻഡൻസി ടു ഫ്ലോ ലൈക്ക് ലിക്വിഡ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഫ്ലോ ചെയ്യുന്ന സാധനങ്ങൾ പൊതുവായി നമ്മൾ ഫ്ലൂയിഡ്സ് എന്ന് പറയാറുണ്ട് കേട്ടോ. ലിക്വിഡിനും ഗ്യാസിനുമാണ് ഫ്ലോ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ളത്. നമ്മുടെ ലിക്വിഡ്സിനെ പോലെ ഫ്ലോ ചെയ്യാനുള്ള കപ്പാസിറ്റി ഗ്ലാസുകൾക്കുണ്ട്, വളരെ സ്ലോലി ആണെങ്കിൽ പോലും. നിങ്ങൾ ടെക്സ്റ്റിലൊക്കെ പറയുന്ന എക്സാമ്പിൾ ഉണ്ട്. ഒരുപാട് കാലപ്പഴക്കമുള്ള വീടുകളുടെ വിൻഡോ നോക്കിക്കഴിഞ്ഞാൽ ടോപ്പിനേക്കാൾ ബോട്ടം തിക്നെസ് കൂടുതലായിരിക്കും. കാരണം ഈ ഗ്ലാസ് ഫ്ലോ ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ വളരെ സ്ലോലിയാണ്, വളരെ പതുക്കെ, കാലങ്ങളെടുക്കും ഇത് ഒഴുകാൻ വേണ്ടിയിട്ട്. അപ്പം വളരെ സ്ലോലി ആണെങ്കിൽ പോലും ഇത് ഫ്ലോ ചെയ്യും എന്നുള്ളത് കൊണ്ട് തന്നെ ഗ്ലാസ് ഈസ് എ സ്യൂഡോ സോളിഡ് എന്ന് ഓർത്ത് വയ്ക്കുക. ഇത് സോളിഡ് അല്ല, സ്യൂഡോ സോളിഡ് ആണ്. അപ്പൊ ഗ്ലാസ് എന്തുകൊണ്ട് സ്യൂഡോ സോളിഡ് എന്ന് രണ്ട് പോയിന്റുകൾ പറയണം. ഒന്ന്, ഗ്ലാസ് ഈസ് ആൻ അമോർഫസ് സോളിഡ്. രണ്ട്, ഗ്ലാസ് ഹാസ് എ ടെൻഡൻസി ടു ഫ്ലോ ലൈക്ക് ലിക്വിഡ്, therefore ഗ്ലാസ് ഈസ് എ സ്യൂഡോ സോളിഡ് എന്ന് ഓർത്ത് വെച്ചേക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്.